ഹായ് ഓൾ, വെൽക്കം ബാക്ക്. ഇന്ന് ഞാനിവിടെ പറയാൻ പോകുന്നത് ചോയ്സ് അണ്ടർ അൺസർട്ടനിറ്റി എന്നുള്ള ടോപ്പിക്കാണ്. അപ്പോൾ എന്താണ് ഈ ചോയ്സ് അണ്ടർ അൺസർട്ടനിറ്റി? നമുക്ക് പേര് കണ്ടാൽ തന്നെ മനസ്സിലാവും. ഒരു അൺസർട്ടൺ ആയിട്ടുള്ള സിറ്റുവേഷൻ നമ്മൾ എടുക്കുന്ന ചോയ്സാണ് ഈ ഒരു ചോയ്സ് അണ്ടർ അൺസർട്ടനിറ്റി എന്ന് പറയുന്നത്. ഡീറ്റെയിൽ ആയിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ചോയ്സ് അണ്ടർ അൺസർട്ടനിറ്റി റെഫേഴ്സ് ടു മേക്കിംഗ് ഡിസിഷൻസ് വെൻ ദ ഔട്ട്കംസ് ആർ നോട്ട് ഗ്യാരണ്ടീഡ് ആൻഡ് ആർ ഇൻഫ്ലുവൻസ്ഡ് by factors that cannot be predicted with certainty. ഒരു കാര്യം നടക്കാനുള്ള സാധ്യത അല്ലെങ്കിൽ അതിൻ്റെ ഔട്ട്കം എന്താണെന്നുള്ളത് നമുക്കറിയാത്തൊരു സാഹചര്യത്തിൽ നമ്മൾ ഡിസിഷൻ എടുക്കുന്നതിനെയാണ് ചോയ്സ് അണ്ടർ അൺസർട്ടനിറ്റി എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു കാര്യത്തെ ഇൻഫ്ലുവൻസ് ആയിട്ട് ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ടാവും. ആ ഫാക്ടേഴ്സൊക്കെ നമുക്ക് ഒരു സേർട്ടൺ ആയിട്ട്, അതായത് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. ഇപ്പോൾ എക്സാമ്പിളായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, നമ്മൾ ബസ് വെയിറ്റ് ചെയ്യും. നമ്മൾ കോമൺ ആയിട്ട് ബസ് കാര്യങ്ങളൊക്കെ വെയിറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ ബസ് വെയിറ്റ് ചെയ്യുന്ന ടൈമിൽ ഈ ബസ് വരാനുള്ള ചാൻസും വരാതിരിക്കാനുള്ള സാധ്യതകളും അവിടെ ഉണ്ട്. അതേപോലെ വന്നാൽ മാത്രമല്ല അവിടെ നിർത്തുമോ അവിടെ നിർത്തില്ല എന്നുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കണം. സോ ഈ ഒരു കാര്യങ്ങളൊന്നും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ബസ് നിർത്തുമോ നിർത്തുന്നില്ല എന്നുള്ള കാര്യങ്ങളൊന്നും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അതേപോലെ തന്നെ അതിൻ്റെ ഔട്ട്കം എന്തായിരിക്കും, ബസ് മേ ബി നിർത്തുമായിരിക്കുമോ നിർത്തില്ല എന്നുള്ളൊരു ഫൈനൽ ഔട്ട്കം നമുക്ക് എടുക്കാൻ പറ്റില്ല. ഗ്യാരണ്ടി ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യത്തിനെയാണ് അൺസർട്ടനിറ്റി എന്ന് പറയുന്നത്. ഇഫ് ദ അക്കറൻസ് ഓഫ് ആൻ ഇവൻറ്റ് ഈസ് അൺനോൺ, ഇറ്റ് ഈസ് കാൾഡ് അൺസർട്ടനിറ്റി. ഒരു ഇവൻറ്റ് അല്ലെങ്കിൽ ഒരു കാര്യം നടക്കാനുള്ള സാധ്യത അൺനോൺ ആണെന്നുണ്ടെങ്കിൽ ഇതിന് അൺസർട്ടനിറ്റി എന്നാണ് പറയുന്നത്. നമുക്കറിയില്ലെങ്കിൽ അൺസർട്ടനിറ്റി. ഓക്കെ, ഇൻ അതർ വേർഡ്സ്, അൺസർട്ടനിറ്റി ക്യാൻ റെഫർ സിറ്റുവേഷൻ in which many outcomes are possible but the likelihood each outcome is unknown. ഇവിടെ പറയുന്നത് എന്താ വെച്ചാൽ, അൺസർട്ടനിറ്റി എന്ന് പറഞ്ഞാൽ അവിടെ ഒരുപാട് ഔട്ട്കംസ് ഉണ്ടാവും. പക്ഷേ ഓരോ ഔട്ട്കമും എത്രത്തോളം വരും, എത്രത്തോളം പോസിബിളാണ്, അല്ലെങ്കിൽ അതിൻ്റെ ലൈക്ലിഹുഡ് എത്രത്തോളം ആണെന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല, പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് അൺസർട്ടനിറ്റി എന്ന് പറയുന്നത്. ഈ ഒരു സിറ്റുവേഷൻ എന്ത് പറയുന്നു? അൺസർട്ടനിറ്റി. ഇനി അൺസർട്ടനിറ്റി, റിസ്ക് എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി രണ്ടും ഒരുമിച്ച് പറയുന്നൊരു ടേംസ് ആണല്ലേ നമ്മൾ. അപ്പോൾ എന്താ റിസ്ക്? റിസ്ക് എന്ന് പറഞ്ഞാൽ റിസ്ക് റെഫേഴ്സ് ടു സിറ്റുവേഷൻ ഇൻ വിച്ച് വി ക്യാൻ ലിസ്റ്റ് ഓൾ പോസിബിൾ ഔട്ട്കംസ് ആൻഡ് നോ ദ ലൈക്ലിഹുഡ് ഓഫ് ഈച്ച് ഒക്കറിങ് ഓഫ് ചാൻസസ് ഓഫ് ലോസ് ആൻഡ് വേരിയബിലിറ്റി. റിസ്ക് എന്ന് പറഞ്ഞാൽ അവിടെ നമുക്ക് എല്ലാ ഔട്ട്കംസും ലിസ്റ്റ് ചെയ്യാൻ പറ്റും. അതായത് ബസ് നിർത്താനുള്ള സാധ്യത എത്ര തന്നെയാണ്, നിർത്താതിരിക്കാനുള്ള ചാൻസ് എത്ര തന്നെയാണ്, ബസ് വരാതിരിക്കാനുള്ള ചാൻസ്, ബസ് വരാനുള്ള ചാൻസ്, ഇങ്ങനെ ഓരോ കാര്യങ്ങളും നമുക്ക് ലിസ്റ്റ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ അത് എത്രത്തോളം വരാനുള്ള അതിൻ്റെ ചാൻസസ് അല്ലെങ്കിൽ ലൈക്ലിഹുഡ് എത്രത്തോളം ആണ്, അത് നടക്കാനുള്ള ചാൻസ് എത്രത്തോളം ഉണ്ട് എന്നുള്ളതും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് നമ്മൾ റിസ്ക് എന്നാണ് പറയുന്നത്. അതായത് ഇപ്പോൾ ബസ് അവിടെ വരാനുള്ള ചാൻസും അത് നിർത്താനുള്ള ചാൻസും കാര്യങ്ങളൊക്കെ നമുക്ക് അറിയുന്നുണ്ടെങ്കിൽ അതിനെ റിസ്ക് എന്നാണ് പറയുന്നത്. നേരെ മറിച്ച് അതിവിടെ ഒരുപാട് ഔട്ട്കംസ് ഉണ്ടാവും, പക്ഷെ അത് നമുക്ക് അറിയില്ല, അതിൻ്റെ ലൈക്ലിഹുഡ് എത്രത്തോളം അറിയില്ല എന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ അൺസർട്ടനിറ്റി എന്ന് പറയുന്നു. It is a situation when the outcome of a decision is uncertain, but when the probability of each possible outcomes is known. ഔട്ട്കം, അതായത് ഫൈനൽ എന്തായിരിക്കും എന്ന് നമുക്കറിയില്ല. അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ ഔട്ട്കംസിൻ്റെയും പോസിബിലിറ്റി അല്ലെങ്കിൽ പ്രോബബിലിറ്റി എത്രത്തോളം ആണെന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റും എന്നുള്ളതാണ് പറയുന്നത്. റിസ്ക്, അൺസർട്ടനിറ്റി ഒക്കെ പ്രധാനമായിട്ടും ഫൈനാൻഷ്യൽ കമ്മോഡിറ്റീസിൻ്റെ കേസിലാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഫൈനാൻഷ്യൽ മാർക്കറ്റിനെ പറ്റി പറഞ്ഞപ്പോൾ റിസ്ക്, അൺസർട്ടനിറ്റി എന്താണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. റിസ്ക്കും അൺസർട്ടനിറ്റി ഒക്കെ നമുക്ക് കൂടുതലായിട്ടും ഫൈനാൻഷ്യൽ മാർക്കറ്റിലാണ് കാണാൻ പറ്റുന്നത് എന്നാണ് പറയുന്നത്. അവിടെ ഒരു കൺസ്യൂമേഴ്സിൻ്റെ ബിഹേവിയർ കാര്യങ്ങളൊക്കെ ഡിസിഷൻ എടുക്കുന്നത് ഈ ഒരു റിസ്കിൻ്റെ അൺസർട്ടനിറ്റിൻ്റെ ഒക്കെ ബേസിലാണ്. സോ ഇത്രയേ ഉള്ളൂ. എന്താണ് റിസ്ക്, എന്താണ് അൺസർട്ടനിറ്റി, എന്താണ് ചോയ്സ് അണ്ടർ അൺസർട്ടനിറ്റി എന്നാണ് നമ്മൾ പറഞ്ഞത്. ചോയ്സ് അണ്ടർ അൺസർട്ടനിറ്റി എന്ന് പറഞ്ഞാൽ ഒരു കാര്യം നടക്കാനുള്ള
ഒക്കറൻസ് സാധ്യത കാര്യങ്ങളൊന്നും നമുക്ക് അറിയാത്തൊരു സാഹചര്യത്തിൽ നമ്മൾ ഡിസിഷൻ എടുക്കുന്നതിനെയാണ് ചോയ്സ് അണ്ടർ അൺസർട്ടനിറ്റി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അൺസർട്ടനിറ്റി എന്ന് പറഞ്ഞാൽ ഒരു ഇവൻറ്റിന് ഒരുപാട് ഔട്ട്കംസ് ഉണ്ടാവും. ആ ഔട്ട്കംസിൻ്റെ പ്രോബബിലിറ്റി അല്ലെങ്കിൽ ലൈക്ലിഹുഡ് എത്രയാണെന്ന് നമുക്കറിയില്ല. റിസ്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാ ഔട്ട്കംസും ലിസ്റ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ അതിൻ്റെ ലൈക്ലിഹുഡ് എത്രത്തോളമാണ്, ചാൻസസ് എത്രത്തോളമാണെന്ന് നമുക്കറിയാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിനെയാണ് റിസ്ക് എന്ന് പറയുന്നത്.